ഹായ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നൊരു കുഞ്ഞ് സ്നാക്ക് നമുക്ക് ഉണ്ടാക്കി വെക്കാലോ. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കണ ബൺ മസ്ക എന്ന് പറയുന്ന ഒരു സ്നാക്ക് ഉണ്ടാക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ബട്ടർ, അതേപോലെ തന്നെ മിൽക്ക് മെയ്ഡ്, ഷുഗർ, ബണ്ണ്. ഇത് മാത്രം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുഞ്ഞു മക്കൾക്കും അതുപോലെ തന്നെ മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയാലോ. ഞാൻ ഇവിടെ കുറച്ചധികം ബണ്ണെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10-12 ബണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഉണ്ടാക്കാനായിട്ട്. അതിന് വേണ്ടി 200 ഗ്രാം ബട്ടറും അതേപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ഒരു ചെറിയൊരു ബോക്സ് മിൽക്ക് മെയ്ഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മിൽക്ക് മെയ്ഡിൽ ഓൾറെഡി മധുരം ഉള്ളത് കൊണ്ട് ഞാൻ പിന്നീട് അതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല. ഈ 200 ഗ്രാം ബട്ടറിലേക്ക് ഈ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് വേറൊന്നും കൊണ്ടല്ല, ഒന്നല്ലെങ്കിൽ എഗ് ബീറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു തവി ഉപയോഗിച്ചോ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഒരു തവിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അങ്ങോട്ട് ഒരു തിക്നെസ് വരില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു തവി ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ബീറ്റർ ഒന്നും എടുത്തിട്ടില്ല. ഒരു തവി ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇത്തിരി ലൂസായിട്ടുള്ള ടെക്സ്ചർ കിട്ടുക. എന്നാലും നമ്മൾ നല്ലതുപോലെ അത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി ഒരു തിക്കായിട്ട് കിട്ടും. ബീറ്റർ ഉപയോഗിക്കണ അത്ര തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ തവി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സാധാ പോലെ നമ്മൾ ബട്ടറൊക്കെ തേക്കണോണം ഈ ഒരു മിക്സ് നമ്മുടെ ബണ്ണിൽ തേച്ച് കൊടുക്കുക. അപ്പം അത്രയ്ക്കുള്ളൂ ഈ ബൺ മസ്ക എന്ന് പറയുന്നത്. ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ബൺ മസ്ക ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, കുഞ്ഞു മക്കൾക്ക് അതുപോലെ തന്നെ മധുരം ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.